പ്രിയപ്പെട്ട അച്യുതൻ മാഷ്, പ്രിയപ്പെട്ട ജാന ടീച്ചർ, പ്രിയപ്പെട്ട ഭാസ്കരൻ മാഷ്, പ്രിയപ്പെട്ട നാരായണ മാഷ്, അതിലേറെ സ്നേഹധനരായ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, എത്തിച്ചേർന്ന ചെറുമക്കൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹത്തോടെയുള്ള നമസ്കാരം. അത്യന്തം വിസ്മയകരമാണ് ഈ ഒത്തുചേരലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു കുട്ടിക്കാലമുണ്ട്, എൻ്റെ മനസ്സിലുമുണ്ട് ഒരു കുട്ടിക്കാലം. ആ കുട്ടിക്കാലത്തെ പുനരാവിഷ്കരിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കുകയുമില്ല. ഇത് മനസ്സിൽ താലോലിക്കുന്ന ഒരു സ്വപ്നമാണ്. ഇങ്ങനെയൊരു സ്വപ്നത്തിൻ്റെ നിഴലെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഉത്സാഹിക്കുന്ന, പ്രസരിപ്പുള്ള, നല്ല മനസ്സുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ വേണം. ഇത് നിങ്ങൾക്കുണ്ടായി എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. ഇപ്പോൾ ഈ യോഗത്തിൽ എത്തിച്ചേരാത്ത, വിവിധ ഘട്ടങ്ങളിൽ ഇവിടെ പഠിച്ചു പോയ ഒരുപാട് കുട്ടികളുടെ മനസ്സിൽ ഈ സ്വപ്നം സൂക്ഷിക്കുന്നുണ്ടാവും. ഇനി എപ്പോഴാണ് കാണുക? മരിച്ചു കിടക്കുമ്പോഴാണോ കാണുക? അല്ലെ അവരെന്തെങ്കിലും സന്തോഷത്തിലോ സന്താപത്തിലോ പങ്കെടുക്കേണ്ടതായി വരുമോ? ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ചൈതന്യം നിങ്ങൾ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വന്നതിൽ തന്നെ ഡ്രൈവർമാരുണ്ട്, ഗൾഫിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ഡിസൈൻ വർക്ക് ചെയ്യുന്ന ആളുണ്ട്, ആർമിയിലുള്ള ആളുണ്ട്, ടീച്ചിങ് പ്രൊഫഷനുണ്ട്. വിവിധ തുറകളിൽ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രജീഷ് പച്ചക്കറി രംഗത്താണ്. നാട് മുഴുവനായിട്ടുള്ള ബന്ധമുണ്ട് പ്രജീഷ്. ഇപ്പോൾ ഏത് രംഗത്തെത്തിപ്പെട്ടാലും ആ രംഗത്തോടുള്ള സത്യസന്ധതയാണ് ഒരു മനുഷ്യനെ ശരിക്കുള്ള മനുഷ്യനാക്കുന്നത്. അല്ലേ നമ്മളൊക്കെ മൃഗമനുഷ്യനോ മരമനുഷ്യനോ ഒക്കെ ആയിപ്പോകും. മൃഗമനുഷ്യനിൽ നിന്ന് കേവലം ആഹാരം കഴിക്കുകയും ഇണചേരുകയും കുഞ്ഞുങ്ങളുണ്ടാക്കുകയും ചെയ്യുന്ന മൃഗമനുഷ്യനിൽ നിന്ന് തണൽ കൊടുക്കുന്ന മരമനുഷ്യനായി മാറി അതിലപ്പുറം അങ്ങോട്ട് ചെന്ന് സഹായിക്കുന്ന മാനവനായി മാറുന്ന ഒരവസ്ഥ നമുക്കുണ്ട്. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാനവൻ എന്ന് പറയുന്ന ഒരു തലം. അതിനും അപ്പുറത്തേക്കുള്ളതാണ് വിശ്വമാനവൻ. അതിൽ നമ്മൾ എത്ര പേര് എത്തിച്ചേരും? ലോകമേ തറവാട് തനിക്ക് ചെടികളും പുലുകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ഈ ലോകം മുഴുവൻ എൻ്റെ കുടുംബമാണെന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ എപ്പോൾ എത്തിച്ചേരും? അവിടെയാണ് നമുക്ക് ഗാന്ധിയൻ ചിന്തകളും വിശ്വോത്തര സാഹിത്യകാരന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഒക്കെ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ. നമ്മുടെയൊക്കെ ലക്ഷ്യം ഒരു വിശ്വപൗരനാവുക എന്നുള്ളതായിരിക്കണം. വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കുന്നത് കേവലം മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള ഒരു യാത്രയാണ്. അത് ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ വികാസമാണ്. ചിലപ്പോൾ അറിവ് നേടിയ, അക്ഷരം പഠിച്ച ഒരുപാട് രാക്ഷസന്മാരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ ഫീസ് 25,000 രൂപയാണ്, അതുണ്ടെങ്കിൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പറയുന്ന ഡോക്ടർമാരുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അവരുടെ സേവനം നമുക്ക് കിട്ടാൻ അർഹതപ്പെട്ടവരാണ് നമ്മൾ. അയാൾ നന്നായി പഠിച്ചിട്ടുണ്ട്, നല്ല വിവരമുണ്ട്. ഒരു ശരീരത്തിലെ 10,000-കണക്കിന് അവയവങ്ങളുടെ പേരറിയുന്ന ഒരു ഡോക്ടർ എൻ്റെ ഫീസ് 25,000 ആണ്, എന്നാലേ ഞാൻ ഓപ്പറേറ്റ് ചെയ്യൂ, അല്ലെ നിങ്ങൾ വേറെ എവിടെയും പോയിക്കോളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും വിദ്യാഭ്യാസമാണോ നേടിയത്? മേൽപ്പാലം ഇടിഞ്ഞു വീഴുമ്പോൾ കൈക്കൂലി വാങ്ങിയ എഞ്ചിനീയർ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എവിടെയായാലും സത്യസൗന്ദര്യങ്ങളാണ് നമ്മളെ ജീവിതത്തെ വിടർത്തുന്നത്. അതുകൊണ്ടാണ് ജി ശങ്കരക്കുറുപ്പ് പാടിയത്, സത്യസൗന്ദര്യമേ നിൻ പ്രകാശത്തിനാൽ നിത്യം വിടരുമാറാവുകൻ ജീവിതം. സത്യസൗന്ദര്യങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതം വിടർത്തണം. നേരും സൗന്ദര്യവും ചേർന്ന ഒരു ജീവിതം നമുക്ക് വേണം, ഒപ്പം സ്നേഹവും. അതാണ് നമ്മൾ ഈ പങ്കുവെക്കലിലൂടെ നേടിയെടുക്കുന്നത്. നമ്മൾ എല്ലാ മനുഷ്യരും നല്ലവരാണ്. നമ്മളുടെ ഇടയിൽ തന്നെ ജനകോടികളിൽ
പകുതിയിലേറെയും കുഴപ്പക്കാരല്ലാത്തവരാണ്. പക്ഷേ നമ്മൾ പറയും നാട് മുഴുവൻ മുടിഞ്ഞുപോയി, നശിച്ചുപോയി, കുഴപ്പക്കാരായിപ്പോയി എന്നൊക്കെ പറയും. ഈ ചെയ്യുന്നത് ഒരു ഗ്രാമത്തിൽ, ഒരു 10,000 പേരുള്ള ഒരു ഗ്രാമത്തിൽ എത്ര പേർ കുഴപ്പക്കാരുണ്ടെന്നും ചിന്തിച്ചു നോക്കുക, വളരെ കുറച്ച് പേരായിരിക്കും. മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നവരും കുടുംബത്തിന് ജീവിക്കേണ്ട സ്വത്ത് നശിപ്പിക്കുന്നവരും വളരെ കുറച്ചു പേരായിരിക്കും. അവരിലൂടെയാണ് നാട് മുഴുവൻ മുടിഞ്ഞു എന്നുള്ള ഒരു കാഴ്ച നമ്മൾ നേടിയെടുക്കുന്നത്. നാട് നല്ലതാണ്, കൂടുതൽ നന്നാക്കാൻ എനിക്ക് കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാവേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. എന്നെ ഞാനാക്കിയത് ആ സ്കൂളാണ്. ഭാസ്കരൻ മാഷുമായിട്ടാണ് പഠിച്ചത്. ഒരു 5 പതിറ്റാണ്ട് മുമ്പ് സകല സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്ന ഒരു വിദ്യാലയത്തിൽ പഠിച്ചതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കാനുള്ള ആത്മധൈര്യം എനിക്ക് കിട്ടിയതും നിങ്ങൾക്ക് എന്തെങ്കിലും പകർന്നു തരാൻ എനിക്ക് സാധിച്ചതും. ഇന്നലെ ഞങ്ങൾ 1ാം ചരമവാർഷികം ആഘോഷിച്ച പൊന്നാടത്ത് ഗോവിന്ദൻ മാഷ് ഉണ്ടായിരുന്നു. അന്നവിടെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ പാവപ്പെട്ട മുതൽക്ക് പഠിപ്പിൽ മിടുക്കവരായവർ തുടങ്ങി വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ തുടങ്ങിയ ആളുകളുമായി ബന്ധം പുലർത്തി പഠനത്തിൻ്റെ എല്ലാ തലങ്ങളിലും സൂക്ഷ്മമായി കുട്ടികളെ കണ്ടെത്തി നീ ഏത് വഴിക്ക് പോകണം എന്ന് പറഞ്ഞു തരുന്നൊരു അധ്യാപകനായിരുന്നു ഗോവിന്ദൻ മാഷ്. കവിതകൾ വായിച്ച്, ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിച്ച്, പുതിയ പുതിയ വാക്കുകൾ പഠിപ്പിച്ച്, പാഠപുസ്തകത്തിന് അപ്പുറത്തൊരു ലോകമുണ്ടെന്ന് ഞങ്ങളെ കാണിച്ചു തന്ന ഗോവിന്ദൻ മാഷ്. CGM മാഷ് ഏറ്റവും പുതിയ വീക്കിലിയിൽ വരുന്ന കവിതകൾ വരെ ചൊല്ലിക്കേൾപ്പിച്ച് ഒരു UP ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കവിത്രയങ്ങളെയൊക്കെ ഞങ്ങളുടെ മനസ്സിൽ നിറച്ച് ഞങ്ങളെയൊക്കെ കാവ്യലോകത്തിലേക്ക് കടത്തിവിട്ട CGM മാഷും ചന്ദ്രശേഖരൻ കാര്യാവിനും. ചന്ദ്രശേഖരൻ മാഷ മനസ്സിൽ മുഴുവൻ കവിതയും സാഹിത്യമായിരുന്നു. 40 കൊല്ലത്തിലേറെ അധ്യാപനം കഴിഞ്ഞപ്പോൾ അധ്യാപനത്തിൻ്റെ 40 വർഷം പൂർത്തിയാക്കിയപ്പോൾ ഞങ്ങൾ ആരും ഇല്ലാത്തൊരു ദിവസം ചന്ദ്രശേഖരൻ മാഷ് ഇവിടെ വന്നു. സ്കൂള് 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു. എനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും വികാരം ഉണ്ടാക്കിയൊരു കാര്യമാണ്. ചന്ദ്രശേഖരൻ മാഷ് അത് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് കണ്ണിന്ന് കണ്ണീര് വന്നുപോയി. താൻ ആദ്യം ജോലിയിൽ പ്രവേശിച്ച ഈ വിദ്യാലയത്തിൽ തൻ്റെ അധ്യാപനത്തിൻ്റെ 40ാം വാർഷികം പൂർത്തിയാകുമ്പോൾ വരികയും ഇതിനെ പ്രദക്ഷിണം വയ്ക്കുകയും ഒരു ഉപഹാരം അടുത്ത വീട്ടിൽ കൊടുത്ത് ഏൽപ്പിച്ചു പോവുകയും ചെയ്തു ചന്ദ്രശേഖരൻ മാഷ്. ഒരുപാട് കവിതകൾ ഞങ്ങൾക്ക് ചൊല്ലിക്കേൾപ്പിച്ചു തന്നു. ഇന്നൊരു പക്ഷേ അധ്യാപകർക്ക് അതിനുള്ള സമയം കിട്ടുന്നുണ്ടാവില്ല. ദിവസേന അസംബ്ലി ഉണ്ടാകുമായിരുന്നു അന്ന് സ്കൂളിൽ. ഒരാഴ്ച സാഹിത്യ സമാജമാണെങ്കിൽ ഒരാഴ്ച പാർലമെന്റ് ഉണ്ടാവുമായിരുന്നു. ദിവസേന അസംബ്ലിയിൽ പത്രം വായിക്കുമായിരുന്നു, വാർത്ത എഴുതി വെക്കുമായിരുന്നു, സ്കൂൾ ന്യൂസ് ഉണ്ടാകുമായിരുന്നു, പ്രസംഗം എഴുതി തരുമായിരുന്നു, കവിതകൾ എഴുതി തരുമായിരുന്നു. എൻ്റെ ഏട്ടനുണ്ടായിരുന്നു അവിടെ MVS പൂക്കാട് ചിത്രം വരയ്ക്കുന്നത്. ഇങ്ങനെ ഒരു വിദ്യാലയത്തിൻ്റെ സുവർണ കാലഘട്ടത്തിൽ നല്ലതെല്ലാം കണ്ട് വളരാനുള്ളൊരു അവസരം ഉണ്ടായതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ആ നന്മയുടെ ഏതാനും അംശങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ സന്തോഷം. നമുക്കൊരു ഞാൻ ആരായിത്തീരണം എന്നുള്ളതിനെക്കുറിച്ചൊരു മാതൃക നമുക്ക് കിട്ടുന്നില്ല. ആ മാതൃക ഉണ്ടാക്കലാണ് ആവശ്യം. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് ലോകത്തിന് വെളിച്ചമായി തരും. യഥാർത്ഥ വിദ്യാഭ്യാസം അതാണ്. നമ്മളൊക്കെ തൊഴിൽ പരിശീലനം നേടുന്നവരായി മാറുന്നു. വിദ്യ നേടുന്നവരല്ലാതെ തൊഴിൽ പരിശീലനം നേടി കുടുംബം പുലർത്തുന്നവരായി മാറിപ്പോകുന്ന ദുരന്ത കാഴ്ചയാണ് ബുദ്ധിമാന്മാരുടെ ഇടയിൽ നമ്മൾ കാണുന്നത്. ഇപ്പം ഞാനൊരു TTC സ്ഥാപനത്തിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിക്കുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. ഞാനും ഭാസ്കരൻ മാഷും നാരായണ മാഷും ട്രെയിനിങ് കഴിക്കുന്ന കാലത്ത് അധ്യാപകനായി ട്രെയിനിങ്ങിന് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് ഫസ്റ്റ് ക്ലാസ്സിനെടുത്ത മാർക്കെങ്കിലും വേണം. ഇപ്പം +2 കഴിഞ്ഞ് വേറെ ഒന്നും കിട്ടാതെ വെറുതെ നിൽക്കുന്നവരാണ് അധ്യാപന രംഗത്തേക്ക് കടന്നു വരുന്നത്. ബുദ്ധിമാന്മാരായ ആളുകൾ IT മേഖലയിലേക്കും മെഡിസിനും എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലേക്ക് പോകുന്നു. നാളത്തെ തലമുറയുടെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ അധ്യാപന രംഗം എന്ന് പറയുന്നത് ഏറ്റവും ആനന്ദകരമായ ഒരു അനുഭവമാണ്. 35 കൊല്ലത്തോളം ഞാൻ അധ്യാപകനായിട്ടുണ്ട്. ഓരോ ദിവസവും ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ പ്രസീത ഇവിടുന്ന് പറഞ്ഞല്ലോ, ഇവളിങ്ങനെ ഓരോ ക്ലാസ് പൊങ്ങി പോകുന്നത് നോക്കി നിന്നിട്ടുണ്ട് ഞാൻ. 4ാം ക്ലാസ്സിൽ 2 കൊല്ലം ഇരിക്കുമ്പോൾ അത് അവളുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ.
1-ാം ക്ലാസ്സിൽ അധ്യാപക വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആദ്യം ആലോചിക്കും പ്രസീതനെ അയക്കാം, നമുക്ക് അവൾ അടക്കിയിരുത്തിക്കോളും കുട്ടികളെ. എന്തൊരു രസമുള്ള കാര്യം. ഇപ്പം എത്ര സ്കൂൾ അങ്ങനെ നടക്കുന്നുണ്ടാവും എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അവിടെ പോയി പ്രസീത കുട്ടികളോട് കഥ പറയുമ്പോൾ കുട്ടികൾ മാഷ് ഉള്ളതിനേക്കാൾ ശ്രദ്ധാലുക്കളായി ക്ലാസ്സിലിരിക്കും. ഇത് പുതിയ വിദ്യാഭ്യാസത്തിൻ്റെയും പഴയ വിദ്യാഭ്യാസത്തിൻ്റെയും ഒന്നും ഒരു തലമല്ല. അത് നമ്മളുടെ അനുഭവത്തിൽ നിന്നുണ്ടാവുന്ന ഒരു അനുഭൂതി തലാണ്. ഇപ്പം നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ പ്രജീഷ് നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചു. എല്ലാവർക്കും വേണ്ട സമയം ഞാൻ എടുത്ത് മാറ്റുന്നില്ല. ഒരു ദിവസം ഞാനും ഭാര്യയും കൂടി, എൻ്റെ ഭാര്യൻ്റെ അച്ഛൻ ആശുപത്രിയിലായി, കോപ്പറേറ്റീവ് ആശുപത്രി കൊയിലാണ്ടി. ഒരു രാത്രി ഞാനും ഭാര്യയും കൂടി മടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ മുതൂറ്റിൽ അമ്പലത്തിൻ്റെ എത്തിച്ചേരി ഞാൻ പറഞ്ഞു നമുക്ക് പൊയിൽക്കാവുന്ന പച്ചക്കറി വാങ്ങി പോകാം. ശ്രീധരേട്ടൻ്റെ പച്ചക്കറി കടയുണ്ട്, ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് ഉള്ളത്, കെട്ടതും ചിഞ്ഞതും ഒന്നും പൊതിഞ്ഞു തരികയില്ല. അങ്ങനെ അവിടെ എത്തി, അവിടെ ഇറങ്ങി സാധനമൊക്കെ വാങ്ങി ഇറങ്ങലും തുടങ്ങി മഴ. എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും ഗംഭീരമായ മഴ. സമയം 9 മണിയായിട്ടുണ്ടാകും. എൻ്റെ കയ്യിലുള്ളൊരു കൈനറ്റിക് സ്കൂട്ടറാണ്. മഴയത്ത് പോകാൻ പറ്റില്ല, കാരണം വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്, ലോറി അടക്കം നിർത്തിയിട്ടിട്ടുണ്ട്. മുന്നോട്ട് വെളിച്ചം കാണാത്തതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ട് പോലും കാണുന്നില്ല. അങ്ങനെയുള്ള മഴ. റോഡും അത് മുഴുവൻ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പൊയിൽക്കാവിലെ എല്ലാ കടകളും അടച്ചു, കറണ്ട് പോയി, മഴ നിൽക്കുന്നില്ല. അതിലിടയ്ക്ക് ഒരു ഓട്ടോറിക്ഷ വന്നു. പ്രജീഷ് ഓടി ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് പാഞ്ഞു വന്ന് പറഞ്ഞത് മാഷ് പോകാൻ പറ്റില്ല, വെള്ളം അടിച്ച് കിടക്കുകയാണ്. അടുത്ത് പൊറ്റപ്പൊയിലെ വന്നു, സോമം വന്നു. സോമം വേറൊരാളെടുത്ത് ഓടി, അതും മാഷിക്ക് പോകാൻ പറ്റിയതല്ല എന്ന്. അങ്ങനെ നേരം 10 മണിയായി. ഇവൻ നേരെ അടച്ചിരുന്നു. ഒരു പാനീസ് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആ സമയം കഴിഞ്ഞപ്പോൾ 10 ആയപ്പോൾ പറഞ്ഞു മാഷ ഞാൻ വീട്ടിൽ വിട്ടുതരൂ. ഇവൻ രാവിലെ പച്ചക്കറിക്ക് കൊണ്ടുപോകുന്ന കൂടുവണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് വന്ന് എൻ്റെ സ്കൂട്ടർ സോമനും പ്രജീഷും കൂടി പിടിച്ച് വണ്ടിയിൽ കയറ്റി. സോമൻ വണ്ടി പിടിച്ച് കൂടുവണ്ടിയിലിരുന്നു. എന്നെയും ഭാര്യയെയും 2 ഭാഗത്തിരുത്തി പ്രജീഷ് വീട്ടിലെത്തിച്ചു തന്നു. റോഡ് മുഴുവൻ പുഴ പോലെ ഒഴുകുന്നുണ്ടായിരുന്നു. ഇത് ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു അധ്യാപകന് മാത്രം കിട്ടുന്ന സുഹൃതമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കും. ഇവിടെയാണ് നമ്മളുടെ സ്നേഹബന്ധത്തിൻ്റെ ആഴം എന്ന് ഞാൻ മനസ്സിലാക്കും. എൻ്റെ ഇവിടെ പഠിപ്പിച്ചപ്പോൾ ജിജി, പ്രസീത, അങ്ങനെ ഒരുപാട് നല്ല കുട്ടികളുണ്ടായിരുന്നു. പുഷ്പ ഏറ്റവും നല്ല അഭിനയ രംഗത്തും സംഗീത രംഗത്തും അധ്യാപന രംഗത്തും ഒക്കെ ഒരുപാട് പ്രതീക്ഷകൾ ഞങ്ങൾക്കുണ്ടായിരുന്നൊരു കുട്ടിയായിരുന്നു പുഷ്പ. പക്ഷെ എന്തുകൊണ്ടോ ജീവിതത്തിൻ്റെ കുത്തൊഴുക്കിൽ അതിനുള്ളൊരു ഭാഗ്യം നഷ്ടപ്പെട്ട ഒരു കുട്ടിയായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒപ്പം നമ്മൾ ക്ലാസ്സിൽ കാണിക്കുന്ന ഈ ശുഷ്കാന്തി ഉണ്ടല്ലോ, ചിലപ്പോൾ എനിക്ക് ഏറ്റവും ദുഃഖം തോന്നിയിട്ടുള്ളത് നിങ്ങളെയൊക്കെ അടിക്കേണ്ടി വന്നതിലും നുള്ളേണ്ടി വന്നതിലാണ്. ഒരു പ്രാകൃതമായ അവസ്ഥയിൽ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടാകാം എന്നെനിക്ക് തോന്നുന്നു. അതൊക്കെ ശിക്ഷയും രക്ഷയും ചേർന്നതാണ് ജീവിതമെന്നും, ശിക്ഷിക്കുന്നത് സ്നേഹമുള്ളവരുടെ മനസ്സിൽ നിന്നായാൽ അത് പൊറുക്കപ്പെടുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. നീ KK സ്കൂളിലേക്ക് എന്നെ പോകേണ്ടി വരും, നിങ്ങൾ അടിച്ചാൽ ഞാനങ്ങ് പോകുമെന്ന് പറഞ്ഞു എന്നോട്. ഒരു ലജ്ജയില്ലാണ്ട് പറഞ്ഞു. അടുത്ത ദിവസം ഞാൻ ഇവൻ്റെ തഞ്ചം മനസ്സിലാക്കി ഇവനെ ബെഞ്ചിൻ്റെ ലീഡറാക്കി. ആ ബെഞ്ചിലുള്ള കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ബെഞ്ചിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ കുറ്റങ്ങളും കുട്ടികൾ മറ്റുള്ളവരുടെ കുറവുകളും അവർ പുസ്തകം പൊതിഞ്ഞില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. ഇവൻ്റെ പുസ്തകം പൊതിയാൻ തുടങ്ങി. മാഷ് പൊതിഞ്ഞിരണമെന്ന് പറയാൻ തുടങ്ങി. ഇവനെ എന്തെങ്കിലും പാട്ട് പാടിച്ചോ അഭിനയിപ്പിച്ചോ ഒന്ന് പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഞാൻ കൊള്ളാവുന്നവനാണ്, എനിക്ക് അഭിനയിക്കാൻ അറിയാമെന്ന് അവന് തോന്നി തുടങ്ങി. ക്ലാസ്സിലെ ലീഡറാക്കി. ഒരു ദിവസം അവനോട് അറിയാതെ വീണ്ടും വികൃതി കളിച്ചു പോയി. എനിക്ക് ദേഷ്യം പിടിച്ചു. ഞാൻ വടിയെടുത്തോണ്ട് ഒരപ്പന്നെ ഞാൻ അടിച്ച് ഓടിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ഇവിടുന്ന് പോവുകയില്ല എന്ന്. അവൻ അങ്ങനെ പറയാനുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഒരു സ്നേഹം കൊണ്ട് കീഴടക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ. ഇത് നിങ്ങൾ ഇടപഴകുന്ന ലോകത്തിലും നിങ്ങൾ സമാർജിച്ചെടുക്കേണ്ടത് ഈ ശക്തി വിശേഷമാണ്. ഇപ്പോൾ എൻ്റെ കൂടുതൽ ഭാസ്കര മാഷും നാരായണ മാഷൊക്കെ സംസാരിക്കാനുണ്ട്.
ആ വിലയേറിയ സമയം ഞാൻ അപഹരിക്കുന്നില്ല. ഒരുപാട് വിദ്യാഭ്യാസ വിചക്ഷകന്മാർ തന്നിട്ടുള്ളതാണ് നമുക്ക് വിദ്യാഭ്യാസം. ഇപ്പം നമ്മൾ ചോംസ്കി, വൈഗോട്സ്കി തുടങ്ങിയുള്ള ഒരുപാട് വിദ്യാഭ്യാസ ചിന്തകന്മാരുണ്ടായിട്ടുണ്ട്. നമുക്ക് ഭാരതീയ ചിന്തകന്മാരുണ്ടായിട്ടുണ്ട്. ഗാന്ധിജീൻ്റെയും ടാഗോറിൻ്റെയും വിവേകാനന്ദൻ്റെയും ഒക്കെ ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുടെ വിദ്യാഭ്യാസത്തെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു കാലത്ത് ഇവിടെ നമ്മൾ സ്കൂൾ ഒരു പ്രദേശത്തിൻ്റെ സമഗ്ര വികസനത്തിൻ്റെ കേന്ദ്രമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായതുകൊണ്ടാണ് ഓരോ ക്ലാസ്സിനും മേശവിരിയും കസേരവിരിയും കർട്ടനും ഡെസ്കിന് വിരിയും വരേണ്ടായ കാലമുണ്ടായിരുന്നു. ഓരോ മൂലയിലും ചെരുപ്പിൻ്റെ കോർണർ, പാത്രത്തിൻ്റെ കോർണർ, കുടവെക്കാനുള്ള കോർണർ ഉണ്ടായിരുന്നു സ്കൂളിൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ഏറ്റവും ആദ്യമായി ചുമരിൽ ചിത്രങ്ങൾ ഉണ്ടായത് ഈ വിദ്യാലയത്തിനായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അതിനെപ്പറ്റി പലരും എന്നോട് VR വിജയരാഘവൻ മാഷ് പോലെയുള്ള ആളുകളൊക്കെ അഭിനന്ദിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഇപ്പോൾ അച്യുതൻ മാഷൊക്കെ ഞങ്ങളെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരു പൂജ അവസരത്തിൽ സരസ്വതിൻ്റെ ചിത്രം വരച്ചിട്ട് പൂജിക്കണമെന്ന് അച്യുതൻ മാഷ് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കുത്തിരിഞ്ഞ് വരച്ചു ഒരു ദിവസം ഇവിടെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. അതിന് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി തന്ന എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഈ സ്നേഹാദരങ്ങളോട് കടപ്പാടുണ്ട്. എന്നെ ഞാനാക്കിയ എൻ്റെ വിദ്യാലയത്തോടും എൻ്റെ ഗുരുനാഥന്മാരോടും എനിക്ക് കടപ്പാടുണ്ട്. ഞങ്ങളെയൊക്കെ ഉയർത്തി മാറ്റുന്നതിൽ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അഭിമാനപൂർവ്വം തൻ്റെ അധ്യാപകരെ പറ്റി ഓർമ്മിക്കുന്ന നിങ്ങളോടെല്ലാം കടപ്പാടുണ്ട്. ആ സ്നേഹം മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്തും. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. നമസ്കാരം.